നമസ്കാരം. കേരളത്തിലെ ഭക്ഷ്യ പൊതുഭരണ വകുപ്പ് മന്ത്രി GR അനിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ സർവ്വ മേഖലയിലും അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ ചേർത്ത് നിർത്തുകയും വിലക്കയറ്റം തടഞ്ഞു നിർത്തി അവരെ ഒപ്പം നിർത്തുകയും ചെയ്ത കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു മന്ത്രി കൂടിയാണ് GR അനിൽ. നമസ്കാരം. നമസ്കാരം. മിനിസ്റ്റർ കഴിഞ്ഞ 5 വർഷമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. അതിനു മുമ്പത്തെ 5 വർഷത്തിൻ്റെ ഒരു തുടർച്ചയായാണ് മിനിസ്റ്റർ ഈ ചുമതല ഏറ്റെടുത്തു വരുന്നത്. അപ്പോൾ 10 വർഷമായി LDF സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. എന്താണ് ഈ മേഖലയിൽ നടത്തിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, പ്രകടന പത്രിക, അതിൽ 7 ഇനങ്ങളാണ് ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടത്. അതിൽ 6 വിഷയങ്ങൾക്കും ഈ 5 വർഷത്തെ കാലയളവിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഒരു വിഷയത്തിൽ ഹോട്ടലുകളുടെ ഗ്രേഡിംഗ്, അതിനാവശ്യമായിട്ടുള്ള ബില്ലടക്കം തയ്യാറാക്കിയെങ്കിലും അതിൻ്റെ പൊതു ചർച്ചയിൽ ഹോട്ടൽ വ്യാപാരികൾ, ഹോട്ടലുമായി ബന്ധപ്പെട്ട ഉടമകൾ ഒരുപാട് ആശങ്കകൾ പ്രകടിപ്പിച്ച ഘട്ടത്തിൽ അത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. നമ്മൾ നടപ്പാക്കാൻ പോകുന്ന ആ പദ്ധതിയെ സംബന്ധിച്ചുള്ള പ്രയോജനം ഹോട്ടൽ ഉടമകൾക്കുൾപ്പെടെ ഉള്ളതാണ്. അപ്പം ഒരു വിവാദവും വർത്തമാനത്തിലേക്കും തിരഞ്ഞെടുപ്പിന് വരുന്ന ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് അവസാന നാളുകൾ അതിലേക്ക് കൊണ്ടുപോകേണ്ടെന്നുള്ളത് കൊണ്ട് അത് തൽക്കാലം മാറ്റിവെച്ചു. മറ്റ് 6 ഇനങ്ങളിൽ ഒന്നാമത്തെ ഇനമായി ഗവൺമെൻറ് പറഞ്ഞത് ഭക്ഷ്യഭദ്രത ഉറപ്പാക്കുമെന്നാണ്. കേരളത്തിലെ 100% ജനങ്ങളെയും പൊതുവിതരണ സംവിധാനവുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. രാജ്യത്ത് NFSA നടപ്പാക്കിയതോടുകൂടി, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നടപ്പാക്കിയതോടുകൂടി റേഷൻ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ ലഭിക്കുന്നത് പരിമിതമായ ആളുകൾക്കാണ്. എന്ന് പറഞ്ഞാൽ മുൻഗണനാ വിഭാഗം BPL വിഭാഗത്തിന് മാത്രമാണ്. മറ്റ് ജനവിഭാഗങ്ങൾക്ക് നമ്മളിവിടെ കേരളത്തിൽ നീല നിറത്തിലുള്ള സ്റ്റേറ്റ് പ്രയോറിറ്റി കാർഡും വെള്ള നിറത്തിലുള്ള കാർഡ് മുൻഗണനേതര വിഭാഗത്തിന്, അങ്ങനെ 2 ഇനം കാർഡും, കൂടാതെ ക്ഷേമ സ്ഥാപനങ്ങളിൽ ബ്രൗൺ നിറത്തിലുള്ള കാർഡും ഉൾപ്പെടെ 5 നിറത്തിലുള്ള കാർഡുകളിലൂടെ ഭക്ഷ്യധാന്യ വിതരണം കേരളത്തിൽ 95 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് നൽകുകയാണ്. അതിൽ BPL ഫാമിലി അല്ലാത്തവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ പണം അടച്ച് പൈസ കൊടുത്ത് അരി വാങ്ങി കിലോയ്ക്ക് 8 രൂപ 30 പൈസ നിരക്കിൽ വാങ്ങി നീലക്കാർഡുകാർക്ക് 4 രൂപയ്ക്കും കിലോയ്ക്ക്, വെള്ളക്കാർഡുകാർക്ക് 10.90 കൊടുക്കുന്നത്. അപ്പം 100% ജനതയെയും ഭക്ഷ്യ പൊതുവിതരണ സംവിധാനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ 10 വർഷമായി ആ പ്രവർത്തനം ഒരു തടസ്സവുമില്ലാതെ, ഒരു ദിവസം പോലും മുടങ്ങാതെ കൃത്യമായി ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം അവരുടെ അലോട്ട്മെൻ്റ് അനുസരിച്ച് നൽകുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. BPL ഫാമിലി ആയിട്ടുള്ള AOI കാർഡുകാർക്കും 35 കിലോ ധാന്യവും, അത് കഴിഞ്ഞ് PHH ചുവപ്പ് നിറത്തിലുള്ള കാർഡുകാർക്ക് പെർ ഹെഡ് 5 കിലോ വീതവും സൗജന്യമായി 2023 മുതൽ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നതിലൂടെ പൂർണ്ണമായ സൗജന്യ നിരക്കിൽ നമുക്ക് നൽകാൻ കഴിയുന്നു. അതിന് മുന്നേ ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അതിൻ്റെ സൗജന്യ നിരക്കിൽ സൗജന്യമായി നൽകിയിരുന്നത്. സബ്സിഡി പൂർണ്ണ സബ്സിഡിയായി നൽകിയിരുന്നത്. നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, കേരളത്തിൽ ഭക്ഷ്യഭദ്രത ഉറപ്പാക്കാൻ, ഭക്ഷണം കഴിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ഭക്ഷണം എത്തിക്കാൻ, അതിനെല്ലാം ശ്രമകരമായ പ്രവർത്തനമാണ് കേരളം നടത്തുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിമിതമായ സഹായവും എന്നാൽ എല്ലാ വിഭാഗത്തിനും ഭക്ഷ്യധാന്യം കൊടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടും, അതിനാവശ്യമായ ഫണ്ട് മാറ്റിവെക്കുന്ന നിലപാടും സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ പട്ടിണിയില്ലാത്ത നാടായി കേരളത്തെ മാറ്റാൻ കഴിയുന്നത്.
അതിദരിദ്രരില്ലാത്ത കേരളം എന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാട് യാഥാർത്ഥ്യമാക്കാൻ കഠിനമായ പ്രവർത്തനമാണ് ഭക്ഷ്യവകുപ്പും ഗവൺമെൻറ് നടത്തിയത്. നമ്മളതിൻ്റെ സർവേ നടത്തി 64,006 കുടുംബങ്ങളെ കണ്ടെത്തുമ്പോൾ അതിൽ 7,000-ൽ പരം കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് പോലുമില്ലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്നിപ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ഉറപ്പാക്കി ആധാർ അധിഷ്ഠിതമാക്കി റേഷൻ കാർഡ് വിതരണം ചെയ്യുന്ന സമീപനമാണ് കേരളം സ്വീകരിച്ചത്. റേഷൻ കാർഡ് ലഭിക്കണമെങ്കിൽ തന്നെ നിരവധിയായിട്ടുള്ള രേഖകൾ ഹാജരാക്കണമായിരുന്നു. ആ നിബന്ധനകളെല്ലാം റിലാക്സ് ചെയ്ത് കൊടുത്ത് ഇന്ത്യൻ പൗരന് തെളിയുന്ന ആധാറിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്രസ്സ് ഇല്ല എങ്കിൽ പോലും അവർക്ക് റേഷൻ കാർഡ് കൊടുത്ത് ഭക്ഷ്യധാന്യം ഉറപ്പാക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുകയുണ്ടായി. അത് പൊതുവിൽ മാത്രമല്ല, ക്ഷേമ സ്ഥാപനങ്ങൾ, വിവിധ മതസംഘടന നടത്തുന്ന അനാഥാലയങ്ങൾ, അഗതി മന്ദിരങ്ങൾ, അങ്ങനെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും, ആദിവാസി ഉന്നതികളിലാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ സഞ്ചരിക്കുന്ന റേഷൻ കടയാണ്. റേഷൻ സാധനങ്ങളുമായി റേഷൻ കട അവരുടെ വീട്ടുമുറ്റത്തെത്തി അവർക്ക് ഭക്ഷ്യധാന്യം നൽകുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അതുകൊണ്ട് ആർക്കും ഭക്ഷ്യധാന്യം നിഷേധിക്കാത്ത, എല്ലാവരുടെ കൈകളിലും കുടുംബങ്ങളിലും അതെത്തുന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ മുൻകാലങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ക്വാളിറ്റി വളരെ മോശമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ അരി നമ്മുടെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ബാക്കി അരിയാണ് നമ്മൾ FCയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പം ആ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റി അരി ഉൽപ്പന്നങ്ങൾ നമ്മുടെ റേഷൻ ഷോപ്പിലൂടെ ആളുകൾക്ക് കിട്ടുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 4 വർഷമായി മുൻഗണനേതര വിഭാഗം APL വിഭാഗത്തിന് ഗോതമ്പില്ലായിരുന്നു, കേന്ദ്രം നൽകിയിരുന്നില്ല. എന്നാൽ അതിപ്പോൾ പുനഃസ്ഥാപിച്ചതോടുകൂടി എല്ലാ കുടുംബങ്ങൾക്കും ഗോതമ്പും പരിമിതമാണെങ്കിൽ പോലും ഗോതമ്പ് 2 കിലോ 5 കിലോ BPL ഫാമിലിക്കും നൽകുന്ന തരത്തിലുള്ള നിലപാട് ഇപ്പോൾ എടുക്കാൻ കഴിയും. അതുപോലെ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നുണ്ട്. AAY കാർഡുകാർക്ക് 6 ലക്ഷം കാർഡുകാർക്ക് 1 കിലോ പഞ്ചസാര എല്ലാ മാസവും സബ്സിഡി നിരക്കിൽ നൽകുന്നുണ്ട്. ഇങ്ങനെ പൊതുവിതരണ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷ ഗവൺമെൻറ് പ്രത്യേക താല്പര്യമെടുത്തതാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ വില വർധനവിലേക്ക് സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ വില വലിയ തോതിൽ വർദ്ധിക്കാതിരിക്കാൻ ഇടയാക്കിയത്. ഇത് നമ്മൾ പറയുമ്പോഴേ ഇപ്പോൾ 2016 അന്ന് LDF പ്രഖ്യാപിച്ച പ്രകടന പത്രിക പറഞ്ഞാണ് 13 ഇനം അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളത്. അല്ല, അത് 13 ഇനങ്ങളുടെ വില 5 വർഷം വർദ്ധിപ്പിക്കലെന്നാണ് അന്നത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. 2021 പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അത് മാറ്റം വരുത്താതെ തുടരുകയും അങ്ങനെ 8 വർഷക്കാലം, ഇപ്പോൾ അതിൽ മാറ്റം വരുത്തി 8 വർഷക്കാലം ആ 13 നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി നിരക്കിൽ 2016 വിലക്കിൽ നൽകിയിരുന്ന ഈ ലോകത്ത് പക്ഷേ ഒരു സ്റ്റേറ്റും കാണില്ല, കേരളമാണ്. അത് അത്തരം പ്രവർത്തനം നല്ല മാർക്കറ്റ് ഇൻ്റർവെൻഷനാണ്. മാർക്കറ്റിൽ വില വർദ്ധിക്കുമ്പോൾ സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ അവന് നിത്യോപയോഗ സാധനങ്ങൾ നൽകുമെന്ന് ഉറപ്പാക്കാൻ അതിനനുസരിച്ച് സപ്ലൈകോയുടെ ഇടപെടലാണ് അതിലൂടെ ഉണ്ടായത്. വിലക്കയറ്റം തടയുന്നതിന് ഏറ്റവും നല്ല മാർഗം വിപണിയിൽ ഇടപെടുക എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ അതെ, വിലക്കയറ്റം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം രാജ്യമൊട്ടാകെയുള്ള പൊതുവായിട്ടുള്ള നമ്മളെല്ലാം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് നിരക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങുന്നവരാണ്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് വാങ്ങുന്നത്. എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാർക്കറ്റിൽ വില വർദ്ധിക്കുമ്പോൾ മാർക്കറ്റിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരന് മറ്റൊരു ചോയ്സ് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം എന്ന നിലയ്ക്ക് സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ്, സഹകരണ സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങൾ ചെന്നാൽ വില കുറച്ചും സബ്സിഡി നിരക്കിലും ന്യായവിലയ്ക്കും ലഭിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്ന തരത്തിലേക്കുള്ള സംവിധാനം ശക്തിപ്പെടുത്താനും അതിനനുസരിച്ച് ആ കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യാനുസൃതം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുമുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചതാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നമ്മളെ സഹായിച്ചത്. ഇന്നിപ്പോൾ കേരളത്തിൽ 1700 ഔട്ട്ലെറ്റുകൾ സപ്ലൈകോയ്ക്കുണ്ട്. അതുകൂടാതെ വ്യാപകമായി സഞ്ചരിക്കുന്ന സൂപ്പർ സ്റ്റോറുകൾ നമ്മൾ ഓരോ പ്രധാന ജംഗ്ഷനുകളിലും ഗ്രാമീണ മേഖലയിലും അടക്കം എത്തുന്നുണ്ട്. റേഷൻ കടകളിൽ തന്നെ 2500ഓളം കടകളെ കെ സ്റ്റോറാക്കി മാറ്റിയതിലൂടെ നിരവധി പൊതുമേഖലാ ഉൽപ്പന്നങ്ങൾ
ഈ സപ്ലൈകോയിലടക്കമുള്ള MSME ഉൽപ്പന്നങ്ങളടക്കം വില കുറച്ച് ന്യായവിലയ്ക്കും കിട്ടാനുള്ള സൗകര്യങ്ങൾ. അങ്ങനെ വിപുലമായ ഒരു ശൃംഖല കേരളത്തിൽ പൊതുവിതരണ രംഗം മാത്രമല്ല, ഈ രീതിയിൽ സപ്ലൈകോയിലൂടെയും കൺസ്യൂമർ ഫെഡിലൂടെയും ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഏറ്റവും വലിയ ഇടപെടൽ നടന്ന ഒന്ന് പ്രളയകാലത്താണ്, മറ്റൊന്ന് പിന്നീട് വന്ന കോവിഡ് കാലത്ത്. ഈ രണ്ട് സമയത്തും സർക്കാർ ജനങ്ങളെ ചേർത്ത് നിർത്തി. എനിക്ക് തോന്നുന്നു കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പ്രഖ്യാപിച്ച സഹായം പോലും തന്നില്ല എന്ന് മാത്രമല്ല, കാശ് തിരിച്ചെടുക്കാൻ വേണ്ടി അന്ന് സൗജന്യ റേഷൻ തന്നതിൻ്റെ കാശ് പിന്നെ നമ്മുടെ അടുത്ത് തിരികെ വാങ്ങി. അന്ന് നല്ലൊരു ഇടപെടൽ നടത്തി. നമ്മൾ കിറ്റ് കൊടുത്തില്ലായിരിക്കും, പക്ഷെ അതിനെ പോലും പരിഹസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും സർക്കാർ ഇന്ന് പിൻവാങ്ങാതെ അത് പിന്നെ തുടർന്നു കൊണ്ടിരുന്നു. എങ്ങനെയാണ് മിനിസ്റ്റർ നിനക്ക് നോക്കിക്കാണുന്നത്? അതെ, കേരളത്തിൽ ഒരുപക്ഷെ ലോകത്ത് ഇത്രയധികം ഭക്ഷ്യധാന്യം വിതരണം ചെയ്ത ഒരു സംസ്ഥാനം ഉണ്ടാകാൻ സാധ്യതയില്ല. കേരളമല്ലാതെ മറ്റൊരു സംസ്ഥാനം ഉണ്ടാകില്ല. കോവിഡിൻ്റെ കാലത്തും പ്രളയത്തിൻ്റെ കാലത്തും മറ്റ് സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചില്ലെങ്കിലും 6000 കോടി രൂപയുടെ നിത്യോപയോഗ സാധനങ്ങൾ 13 തവണയായി 11 കോടി കിറ്റ് നമ്മൾ വിതരണം ചെയ്യുകയുണ്ടായി. 13 തവണയായി. അതിനാണ് ഇവർ പരിഹസിച്ചത്. അതെ, അത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഭേദമില്ലാതെ അന്നെല്ലാം ദുരിതത്തിൽ എല്ലാവരും ഒരുപോലെ ദുരിതം അനുഭവിച്ചതാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ഭക്ഷണം ഉറപ്പാക്കാൻ, എന്തിന് മൃഗങ്ങൾക്കടക്കം, കുരങ്ങുകൾക്ക് പോലും, ജീവികൾക്ക് പോലും ഭക്ഷ്യധാന്യം കൊടുക്കാൻ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന നമ്മുടെ അതിഥി തൊഴിലാളികൾ അവർക്ക് നമ്മുടെ റേഷൻ ഷോപ്പിലൂടെ ഗോതമ്പ് വിതരണം ചെയ്യാൻ, ഇങ്ങനെ സൗജന്യമായി 6000 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലെത്തിയതാണ് മാർക്കറ്റിനെ അടഞ്ഞു കിടക്കുമ്പോഴും കേരളത്തിലെ ഒരാളും പട്ടിണി കിടക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയത്. അതൊരു പക്ഷേ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാർന്നൊരു പ്രവർത്തനമാണ്. നമ്മുടെ സാമൂഹ്യ അടുക്കള വിവിധങ്ങളായ പഞ്ചായത്തുകളിൽ ഒരുക്കിയ സാമൂഹ്യ അടുക്കള ലോകപ്രശസ്തി നേടിയ ഒന്നാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് നിർവഹിച്ചു. അതിൻ്റെ ഫലമായി വലിയ ബാധ്യത ഉണ്ടായെങ്കിൽ പോലും ജനങ്ങളുടെ ജീവിതത്തെ ജനങ്ങളെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് പ്രളയനാളിൽ നമുക്ക് അനുവദിച്ച അരിയും ഗോതമ്പും ഏകദേശം 300-ലധികം കോടി രൂപ. ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാം ധരിച്ചത് പ്രളയത്തിൻ്റെ സൗജന്യമെന്നാണ്. പക്ഷെ രണ്ടാമത് അതിൻ്റെ എല്ലാം വില അടയ്ക്കേണ്ടി വന്നു. അപ്പം നമുക്ക് സഹായിക്കാൻ ബാധ്യതയുള്ളവരുടെ ഭാഗത്തുനിന്ന് സഹായം ലഭ്യമാകാതിരുന്നിട്ട് പോലും കേരളം ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന നിലപാട് സ്വീകരിച്ചു. ഇപ്പം നമ്മുടെ സംസ്ഥാന സർക്കാർ, ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ ഒരു പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ട ഒരുപാട് വിഹിതങ്ങൾ കടമെടുക്കാനുള്ള അവകാശം കുറയ്ക്കുന്നു. അതുപോലെ നമുക്ക് GST വിഹിതം ഒന്നും കിട്ടുക. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി ഞെക്കിപ്പിഴിയാണ്. ശരിക്കും ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് വേണം പറയാം. പക്ഷെ എന്നിട്ട് പോലും അത് നമ്മുടെ ഈ ഒരു ഭക്ഷ്യ വകുപ്പിൻ്റെ ഈ ഒരു പ്രവർത്തനത്തെ ഇതുവരെ ബാധിച്ചിട്ടില്ല. ബാധിക്കാതെയാണ് കൊണ്ടുപോകുന്നത്. അതെങ്ങനെയാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത്? അത് കേരളത്തിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന നികുതി വിഹിതം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭങ്ങളുടെ വിഹിതം, ഇങ്ങനെയുള്ള പല പദ്ധതികളിലൂടെയും കേരളത്തിൽ ലഭിക്കേണ്ട തുക വെട്ടിക്കുറയ്ക്കുന്നുവെന്ന് മാത്രമല്ല, മുൻകാലങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമാണെങ്കിൽ 85% കേന്ദ്രം, 15% സ്റ്റേറ്റ് എന്നാണ്. അതിപ്പോൾ മെല്ലെ മെല്ലെ 60% സ്റ്റേറ്റ്, 40% കേന്ദ്രമാണ്. അത് തന്നെ പല പദ്ധതികളുടെ സ്ഥിതി എന്താ? 100% നടപ്പാക്കി ഇംപ്ലിമെൻ്റ് ചെയ്തതിനു ശേഷം റീഇംബേഴ്സ് ചെയ്യുന്ന നിലപാടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം എത്ര തന്നെ കറക്റ്റാക്കി കൊടുത്താലും പല പോരായ്മകൾ പറഞ്ഞുകൊണ്ട് വൈകിക്കുന്ന നിലപാട്, നമുക്ക് കടമെടുക്കാനുള്ള പരിധി കുറച്ചു കൊണ്ടുവരുന്ന നിലപാട്, ഇങ്ങനെയെല്ലാം സാമ്പത്തിക ഉപരോധം സൃഷ്ടിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു സംസ്ഥാനത്തോട് കാട്ടുന്നത്. എന്നാൽ എങ്ങനെ ഇത് പിടിച്ചു നീക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ആഭ്യന്തരമായിട്ട് കിട്ടേണ്ടുന്ന നികുതി കുടിശ്ശികകളുണ്ട്. പല ആ കുടിശ്ശിക ഊർജിതമായി പിരിച്ചെടുക്കുന്ന ഒരു നിലപാട് ധനവകുപ്പും ഗവൺമെൻറ് സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഏത് കാലഘട്ടത്തേക്കാൾ, ഏത് വർഷത്തേക്കാൾ ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ തുക നമ്മൾ നികുതി പിരിച്ചെടുത്തതിലൂടെയും കുടിശ്ശിക പിരിച്ചെടുത്തതിലൂടെയും അങ്ങനെ സമ്പാദിച്ചത് കൊണ്ടാണ് ഇതിന് നമുക്ക് ഈ പ്രതിരോധത്തെ നമുക്ക് മറികടക്കാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേരളത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിലൊന്നാണ് പൊതുവിതരണ സംവിധാനം, സപ്ലൈകോയിലൂടെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ, നെൽകൃഷിക്കാരൻ്റെ നെല്ല് സംഭരിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയ മേഖലകൾ. അതുപോലെ മറ്റൊരു മേഖലയാണ് പെൻഷൻ, 62 ലക്ഷം സാമൂഹ്യക്ഷേമ പെൻഷൻ.
അതുപോലെ വിവിധങ്ങളായിട്ടുള്ള കുടുംബങ്ങളെ സഹായിക്കുന്ന പല ആരോഗ്യ പ്രവർത്തനങ്ങൾ, സ്ത്രീ സുരക്ഷാ പദ്ധതി, ഇപ്പം വന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി അടക്കം ഇങ്ങനെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ലഭ്യമാകാത്ത ഒരു കുടുംബവും കേരളത്തിലില്ല. അപ്പോൾ അതിനെല്ലാം വരുന്ന വലിയ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാൻ തടസ്സമുണ്ടാകുന്ന സ്ഥിതി ഈ ഉപരോധം കാരണം നമുക്കുണ്ടായിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ തന്നെ 2-3 മാസം കുടിശ്ശിക വരുന്ന അവസ്ഥ ഉണ്ടായി. എന്നാൽ ഗവൺമെൻറ് അത് കഴിഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ചർച്ചയിൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ള സിവിൽ സപ്ലൈസ് വകുപ്പ് അടക്കമുള്ള സപ്ലൈകോയുടെ സഹായം അടക്കമുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വീഴ്ച വരാൻ പാടില്ല. സാധാരണ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം വിഷയങ്ങൾക്ക് വീഴ്ച വരാതിരിക്കാൻ കഴിയുന്ന മുൻഗണന, പ്രയോറിറ്റി, അതിലേറ്റവും പ്രധാന പ്രയോറിറ്റി ഇത്തരം കാര്യങ്ങൾക്ക് മുടക്കമില്ലാതെ കൊടുക്കാനുള്ള ഫണ്ട് അനുവദിക്കണമെന്നുള്ളതാണ്. അത് ധനവകുപ്പ് കഴിഞ്ഞ ഓണക്കാലം മുതൽ അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഭക്ഷ്യവകുപ്പിന് നൽകുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അത്തരം പ്രയാസങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാകാത്തത്. ഇത് പറയുമ്പോൾ നമ്മുടെ ഈ കുറേ കാലമായിട്ട് ഈ മേഖലയിലുള്ളൊരു വിവാദം എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ തന്നെ അത് അഡ്രസ്സ് ചെയ്തൊരു വിഷയമാണ് അനധികൃതമായി BPL കാർഡ് കൈവശം വെക്കുന്നു എന്നുള്ളത്. കാരണം സർക്കാർ സർവീസിലുള്ള ആളുകൾ പോലും ഈ BPL കാർഡ് ഇത് ഇന്നും തന്നെ തുടങ്ങിയല്ല, പണ്ടേ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ടും വിവിധ തലത്തിലുള്ള അതിൻ്റെ ഒരു എൻഫോഴ്സ്മെന്റ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു കുറേ കണ്ടുപിടിക്കുകയും അവരെ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ മിനിസ്റ്റർക്ക് ഈ മേഖല 5 വർഷത്തിനിടയിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നതെന്നാണ് മിനിസ്റ്റർ മനസ്സിലാക്കുന്നത്? അതേ, കേരളത്തിൽ BPL പട്ടിക തയ്യാറാക്കിയത് UDF ഗവൺമെൻറ് കാലത്താണ്. നമ്മുടെ നാട്ടിലെ ആളുകളിൽ ഒരു വിഭാഗം അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ്. അതേത് മേഖല എടുത്തു നോക്കിയാലും കാണാം. എന്നാൽ അത് പാടില്ല എന്നും അത് തെറ്റാണ് എന്നും അതിനനുസരിച്ച് നിയമ നടപടികൾ സ്വീകരിച്ചു കൊണ്ടുമൊക്കെയാണ് അത് ഒഴിവാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പൊതുവിതരണ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സബ്സിഡി എല്ലാം ലഭ്യമാകുന്നത് 1,54,00,000 ആളുകൾക്ക് മാത്രമാണ്, അവരുടെ മാനദണ്ഡം അനുസരിച്ച്. അപ്പോൾ നമ്മുടെ ജനസംഖ്യയുടെ പകുതി തികച്ചു വരില്ല. അത് ആ ആളുകൾ ആ പ്രയോറിറ്റിയിൽ വരേണ്ടുന്ന കാർഡ് BPL കാർഡ് നിശ്ചയിച്ചത് UDF ഗവൺമെൻറ് കാലത്താണ്. അപ്പോൾ അന്ന് മുതൽ തന്നെ ഇതിനകത്ത് അനർഹരായ കുറേ അധികം ആളുകൾ വന്നു കൂടിയിരുന്നു. അപ്പം എന്താ നമ്മുടെ മുന്നിലുള്ള അവസ്ഥ? അതിൽ ഒരാൾ പിന്മാറിയാലേ ഒരു അർഹതയുള്ള കുടുംബത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷം ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം അനർഹരുടെ കൈവശം വച്ചിരിക്കുന്ന കാർഡ് എടുക്കാനും അർഹതയുള്ള BPL കുടുംബങ്ങൾക്ക് അർഹതയുള്ള മുൻഗണനാ കാർഡ് കൊടുക്കാനും ഗവൺമെൻറ് പരിശ്രമിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് എങ്ങനെ നമുക്കതിൻ്റെ ഓപ്പറേറ്റിംഗ് പാർട്ട് എങ്ങനെ നമുക്ക് നടപ്പാക്കാമെന്ന് ആലോചിച്ചത്. ആ ആലോചനയിൽ ഞങ്ങൾ ആദ്യം നോക്കിയപ്പോൾ അനർഹർ വച്ചിരിക്കുന്ന മുൻഗണന കാർഡ് വിഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ ആരും വിഡ്രോ ചെയ്യില്ല. എന്നാൽ അവർക്ക് ഫൈൻ ഈടാക്കിക്കൊണ്ട് വിഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് എൻഫോഴ്സ്മെൻറ്റിലൂടെ നമുക്ക് നടപ്പാക്കാൻ പറ്റും. പക്ഷേ എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ അത് പൂർണ്ണതയിലെത്താൻ കഴിയില്ല എന്ന് ചർച്ചകളിൽ നമുക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു അപ്പീൽ നടത്തിയത് അനർഹരായി കൈവശം വച്ചിരിക്കുന്ന ആളുകൾ ആ മുൻഗണന കാർഡ് സ്വയം വിഡ്രോ ചെയ്യുക, നിരുപാധികമായി യാതൊരു നിയമ നടപടിയും നിശ്ചിത പീരീഡിനകത്ത് വിഡ്രോ ചെയ്യുന്നവർക്ക് നേരെ സ്വീകരിക്കില്ല എന്ന പരസ്യമായ പ്രസ്താവനയാണ് കേരളത്തിൽ 1,72,000 കുടുംബങ്ങൾ അവരുടെ കാർഡ് വിഡ്രോ ചെയ്യാൻ തയ്യാറായത്. അതിൽ ഈ പറഞ്ഞതുപോലെ സർക്കാർ ജീവനക്കാരുണ്ടായിരുന്നു, സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഈ കുറച്ച് ആളുകൾക്കുള്ള ഭയപ്പാടെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടൊന്ന് വിഡ്രോ ചെയ്താൽ നിയമ നടപടി സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ള ഭയപ്പാടൊക്കെ ആയിരുന്നു ആളുകൾ അറിയുന്നുള്ളൊരു. അപ്പം നമ്മൾ അതുകൊണ്ട് 6 മാസക്കാല സമയം കൊടുത്തു. 6 മാസം എന്നുള്ള സമയം പിന്നെ നീട്ടിക്കൊടുത്ത് 9 മാസമാക്കി. ആ 9 മാസത്തിനുള്ളിൽ 1,72,000 കാർഡുകൾ തിരികെ വന്നു. അത് കഴിഞ്ഞ് ഫോഴ്സ് ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടെത്താനുള്ള നടപടികൾ ടോൾ ഫ്രീ നമ്പറിലൂടെ ആളുകൾക്ക് അറിയിക്കാനുള്ള അവസരം ഇങ്ങനെയെല്ലാം കൊടുത്തിപ്പോൾ 6,05,000 കാർഡ് നമുക്ക് മുൻഗണനാ കാർഡ് അർഹതയുള്ള കുടുംബങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. വിഡ്രോ ചെയ്തതും നമ്മൾ നിയമ നടപടി സ്വീകരിച്ച് 17 കോടി രൂപ അനർഹര കൈവശം വെച്ചിരുന്ന കാർഡ് അതുമായി ബന്ധപ്പെട്ട ഫൈനിലൂടെ ഗവൺമെൻറ് ഖജനാവിലേക്ക് വരികയുണ്ടായി.
ആവശ്യത്തിനനുസരിച്ച് സമയം കൊടുത്ത് പബ്ലിസിറ്റി കൊടുത്ത് അതിൽ നിന്ന് പിന്മാറാനുള്ള അവസരം കൊടുത്തിട്ടും തയ്യാറാകാത്ത ആളുകൾ മാത്രമാണ് നിയമ നടപടിയിലേക്ക് പോയത്. എന്തായാലും കേരളത്തിൽ നമുക്ക് 6 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് മുൻഗണന കാർഡ് പല ഘട്ടങ്ങളിലായി കൊടുക്കാൻ കഴിഞ്ഞത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഇപ്പോഴും 24-ാം തീയതി വരെ അതിനുള്ള അവസരം നൽകിയിരിക്കുകയാണ്. 24-നുള്ളിൽ അപേക്ഷിക്കുന്നവർക്ക് ഈ ഗവൺമെൻറ് കാലാവധിക്കകത്ത് തന്നെ 5-ാം തീയതിക്കുള്ളിൽ അവർക്ക് കാർഡ് കൺവെർട്ട് ചെയ്ത് കൊടുക്കാൻ ഏകദേശം 1 ലക്ഷത്തോളം കാർഡ് കൺവെർട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 54,000-ൽ പരം അപേക്ഷ ഇപ്പോൾ തന്നെ ഓൺലൈനിലൂടെ വന്നിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ റേഷൻ ഷോപ്പ് ഉടമകളുടെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവർ കിട്ടുന്ന കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ കുറേ അപ്പീലുകൾ ഗവൺമെൻറ്റിന് മുമ്പിലുണ്ട്. മിനിസ്റ്റർ ആണെങ്കിൽ നേതൃത്വം കൊടുത്തിട്ട് റേഷൻ ഷോപ്പുകളെ നവീകരിക്കാനും അതിനൊരു ഒരു ഷോപ്പ് എന്ന തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും അത് ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ആ മേഖലയിലുള്ള നമ്മുടെ ഇടപെടൽ? പൊതുവിതരണ സംവിധാനത്തിൽ ഒരുപാട് മേഖലകളിൽ ചോർച്ച ഉണ്ടായിരുന്നു. എന്നാൽ വിവരസാങ്കേതിക വിദ്യയിലൂടെ ഉള്ള സംവിധാനത്തിലേക്ക് പൊതുവിതരണ രംഗം മാറിയപ്പോൾ, ഉദാഹരണത്തിന് റേഷൻ ഷോപ്പിൽ ഇപോസ് മെഷീനിലൂടെ മാത്രമേ ഭക്ഷ്യധാന്യം ട്രാൻസാക്ഷൻ നടത്താൻ കഴിയൂ. അപ്പം 1 മണി അരി പോലും ലൈസൻസിക്ക് തിരിമറി നടത്താൻ കഴിയില്ല. എന്നാൽ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അപ്പം അതുപോലെ തന്നെ ഗോഡൗണുകളിൽ ലോറികൾ GPS ഘടിപ്പിച്ചിരിക്കുന്ന ലോറികളെ ഉപയോഗിക്കാൻ പറ്റൂ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ. മുമ്പ് ലോറിയോടുകൂടി മില്ലുകളിലേക്ക് പോയ കാലം, സ്വകാര്യ സ്ഥാപനങ്ങൾ പോയ കഥകൾ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ കേരളത്തിലെ പൊതുവിതരണ സംവിധാനം ചോർച്ചകൾ അടച്ചുകൊണ്ട് ഇത്തരം ക്രമക്കേടുകളിൽ നിന്ന് മോചിതമാക്കിക്കൊണ്ട് വളരെ ചിട്ടയായി നടക്കുന്ന ഒരു കാലഘട്ടമാണ് അത്. ആ നടപടികൾ ആ നിലയിലേക്കുള്ള മാറ്റം വന്നപ്പോൾ റേഷൻ കട ലൈസൻസുകളെ സംബന്ധിച്ച് അവർക്ക് കമ്മീഷനിലൂടെ കിട്ടുന്ന വരുമാനമല്ലാതെ മറ്റ് വരുമാന മാർഗങ്ങളെല്ലാം അടയുകയുണ്ടായി. സ്വാഭാവികമായും അവരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുക, ഇത്തരം വിഷയങ്ങളിൽ അവർക്ക് കുറച്ചുകൂടെ ആനുകൂല്യങ്ങൾ നൽകുക, ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭങ്ങളിലേക്ക് അടക്കം അവർ മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായി. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് പുതിയൊരു ആനുകൂല്യം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അത് ഞാൻ പല ഘട്ടങ്ങളിൽ അവരെ ബോധ്യപ്പെടുത്തി. എന്നാൽ അവർക്ക് വരുമാനം വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം അവരുടേതാണെങ്കിലും ചുമട്ടുതൊഴിലാളികളുടെ ആണെങ്കിലും ലോറി കോൺട്രാക്ടർമാരുടെ ആണെങ്കിലും ഇങ്ങനെയുള്ളവരുടെ എല്ലാം കഴിഞ്ഞ കോവിഡിൻ്റെ കാലയളവിന് മുമ്പാണ് ഇത് വർദ്ധിപ്പിച്ചത്. അതിനുശേഷം വർദ്ധിപ്പിക്കാത്ത ഡിമാൻഡുമായി ബന്ധപ്പെട്ട് വല്ലാത്ത പ്രക്ഷുബ്ധ അവസ്ഥയിൽ ഈ മേഖലയിൽ മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം ചർച്ചകളിലൂടെ അവർക്കെല്ലാം ന്യായമായിട്ടുള്ള വർധനവ് വരുത്തിക്കൊണ്ട് അത് ഗവൺമെൻറ് അംഗീകരിച്ചുകൊണ്ട് അവരുമായിട്ട് കൂടിയാലോചനകൾ പലവട്ടം നടത്തി ഇന്നിപ്പോൾ പൊതുവിതരണ സംവിധാനവുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ഒരു ശാന്തമായ അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് പറയുമ്പോഴേ മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം വരുന്നൊരു വകുപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. നമുക്കറിയാം TH മുസ്തഫയുടെ കാലത്തുള്ള ജീരകം അഴിമതി, പിന്നീട് അടൂർ പ്രകാശിൻ്റെ കാലത്ത് അന്ന് മൊത്ത വിതരണ കേന്ദ്രം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് DCC സെക്രട്ടറി, കോഴിക്കോട് DCC സെക്രട്ടറി തന്നെ അന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. ഒരു മന്ത്രിയുടെ അടുത്ത ബന്ധുവിനെ അനുവദിച്ചു എന്ന് പറയുന്നത് അത് കേസ് ഇപ്പോഴും നടക്കുകയാണ്. വിജിലൻസ് അന്വേഷണം അന്ന് കേസ് എടുത്തു. പിന്നീട് അനൂപ് ജാക്കബിനെതിരെ ഇതുപോലെ ആരോപണങ്ങൾ ഉയർന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി ഈ മേഖലയിൽ ഇന്ന് ഒരു ആരോപണങ്ങളും ഉയരുന്നില്ല. അപ്പം മിനിസ്റ്ററാണ് കഴിഞ്ഞ 5 വർഷം ഇതുണ്ട്. എന്താണ് ഇത്ര സുതാര്യമായ പ്രവർത്തനം കൊണ്ട് തന്നെ ആണോ ഇങ്ങനെ? ഇല്ല, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ സുതാര്യമാണ്. അങ്ങനെ ഒരു വഴിയിലേക്ക് തിരികേണ്ടുന്ന ഒരു സാഹചര്യവും ഈ ഗവൺമെൻറ്റിൻ്റെ അനുവദിക്കില്ല. അത് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും ലൈസൻസുകൾക്കാണെങ്കിലും കരാറുകാർക്കാണെങ്കിലും അവർക്ക് ന്യായമായി ലഭ്യമാകേണ്ടുന്ന ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ, സംരക്ഷണങ്ങൾ നൽകുകയല്ലാതെ മറ്റൊരു മാർഗങ്ങളിലേക്ക് അവരെ ഉപയോഗിക്കുന്ന ശൈലി ഈ വകുപ്പും മാത്രമല്ല ഒരു വകുപ്പും കേരളത്തിൽ ആ ഒരു വഴികൾ സ്വീകരിച്ചിട്ടില്ല. പൊതുവിതരണ സംവിധാനത്തിൽ മിക്കവാറും എല്ലാ മേഖലകളെയും വിവരസാങ്കേതിക വിദ്യയുടെ പരിധിക്കകത്ത് കൊണ്ടുവരുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പുതിയ ആധുനിക രീതിയിലേക്ക് എല്ലാം മാനുവലായിരുന്ന സംവിധാനം മാറ്റി എല്ലാം മെക്കാനിക്കലാക്കുന്ന സംവിധാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഈ റേഷൻ വിതരണം ഓരോ നിമിഷവും ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന ആളിനും കാണാൻ കഴിയും, മോണിറ്റർ ചെയ്യാൻ പറ്റും. എൻ്റെ ഓഫീസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓരോ നിമിഷവും ഏത് കട തുറന്നിരിക്കുന്നു, ഏത് കട തുറന്നില്ല എന്ന് എൻ്റെ മുന്നിൽ അറിയാൻ പറ്റും. രാവിലെ 8:30 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയത്തിനുള്ളിൽ കട അടഞ്ഞ് കിടക്കേണ്ട സമയത്ത് തുറന്നിരിക്കുന്നുണ്ടോ, വിൽപ്പന നടത്തുന്നുണ്ടോ, അവധി ദിവസങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടോ, ഇതെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള, എനിക്ക് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിനടക്കം നേരിട്ട് മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വാഹനങ്ങൾ GPS വെച്ചത്, സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലെ വിൽപ്പനശാലകളിൽ ഈ മെഷീൻ വെച്ചത്, ഇതിങ്ങനെയെല്ലാം മാറിയതുകൊണ്ട് അതിനുള്ള സാധ്യതകളെല്ലാം അടയുന്ന അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് വളരെ ശ്രദ്ധാപൂർവം നോക്കിയില്ലെങ്കിൽ ഇതിനിടയിലും പലതരത്തിലുമുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ചില വാർത്തകളെങ്കിലും അപൂർവമായി വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 വർഷം ആയി ഏറ്റവും ദരിദ്രവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന എല്ലാ മേഖലയിലും, ഇപ്പം മിനിസ്റ്റർ പറയുന്ന അതിദരിദ്രമില്ലാത്ത കേരളം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ഒപ്പം പദ്ധതി, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് നമ്മൾ പ്രത്യേക കാർഡ് കൊടുക്കുന്നു. അതുപോലെ രേഖകളില്ലാത്ത ആളുകൾ കൊടുക്കുന്നു, അതിഥി തൊഴിലാളികൾ കൊടുക്കുന്നു. ആദിവാസി മേഖലയിലെ ഊരുകളിൽ പോയി അവർക്ക് അങ്ങോട്ട് ഭക്ഷ്യക്കിറ്റ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. നമ്മുടെ സപ്ലൈകോയുടെ വാഹനം അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ തലത്തിലുള്ള ആളുകളിലേക്കും നമ്മുടെ ഈ വകുപ്പിന്റെ സേവനങ്ങളെ ഒരു പരാതിക്കിടയില്ലാത്ത രീതിയിൽ എത്തുകയാണ്. മന്ത്രി എന്ന നിലയ്ക്ക് കഴിഞ്ഞ 5 വർഷം ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടായ ഏറ്റവും വലിയ സംതൃപ്തി എന്താണ്? പട്ടിണിയില്ലാത്ത നാടായി കേരളത്തെ മാറ്റാൻ കഴിയും. ഭക്ഷണം കഴിക്കാത്തവരായി ഇന്ന് കേരളത്തിൽ ആരും തന്നെയില്ല. ഗവൺമെൻറ് അതിനുവേണ്ടി എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കാത്ത പ്രവർത്തനങ്ങളാണ്. ഗവൺമെൻറ് ചിലവിലാണ് ഇത്തരം പ്രവർത്തികൾ വിജയകരമാക്കിയത്. ഇപ്പം അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, അവർക്ക് അതുപോലെയുള്ള ആളുകൾക്ക് മുഴുവൻ സ്ഥാപനങ്ങളിലും ഭക്ഷ്യധാന്യം എത്തുകയില്ലേ? ഒരു കന്യാസ്ത്രീക്ക് അതെ, പെട്ടെന്ന് മിനിസ്റ്റർ ശ്രദ്ധപ്പെട്ട് ഏതെങ്കിലും ഒരാളിന് റേഷൻ കാർഡില്ല, ഭക്ഷ്യധാന്യം കിട്ടുന്നില്ല എന്നറിഞ്ഞാൽ അവരെ നേരിട്ട് ഇടപെട്ട് കാർഡ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയില്ലേ? ഇപ്പോൾ അതിദരിദ്രരെ കണ്ടെത്തി 7500 പരം കുടുംബങ്ങൾക്ക് കാർഡേ ഇല്ലായിരുന്നു, റേഷൻ കാർഡേ ഇല്ലായിരുന്നു. അവർക്ക് പൂർണ്ണമായിട്ട് AAY കാർഡ് 35 കിലോ ധാന്യത്തിൻ്റെ ഉടമയാക്കി അവരെ മാറ്റി. മുഴുവൻ അത്തരം കുടുംബങ്ങൾക്കും AAY കാർഡ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ജനതയെ ചേർത്ത് നിർത്താൻ, അവരെ കാണാൻ, അവരോടൊപ്പം ഒരു ഗവൺമെൻറ് ഉണ്ട് എന്ന് നമുക്കിതിലൂടെ തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞ കാലഘട്ടമാണ്. പലപ്പോഴും അത്തരം ആളുകൾ ആരും തന്നെ കാണാറില്ല. ഭരണ സംവിധാനം അവരിൽ നിന്ന് എത്രയോ അകലെയാണ്. ഒരു അപേക്ഷ കൊടുക്കാൻ പോലും അത്തരം ആളുകൾക്ക് കഴിയാത്ത അവസ്ഥയിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയി അപേക്ഷ പൂരിപ്പിച്ച് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിച്ച് കാർഡ് കൊടുക്കുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. കുടിൽ കെട്ടി കഴിയുന്ന, പുറംപോക്കിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷ്യധാന്യം ഉറപ്പാക്കിയത് ഈ ഗവൺമെൻറ് കാലത്തല്ലേ? എത്രയോ കുടുംബങ്ങൾക്ക്, എത്ര കുടുംബങ്ങൾക്കാണ് ചികിത്സയ്ക്ക് വേണ്ടി, എത്രയോ ആയിരക്കണക്കിന് കുടുംബങ്ങൾ പല ജനപ്രതിനിധികളെ അപേക്ഷയുമായി നമ്മുടെ അടുത്തേക്ക് എത്താറുണ്ട്. അവർക്കെല്ലാം ചികിത്സ, മാരകമായ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആരോഗ്യ സംരക്ഷണ, ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് കിട്ടാൻ വേണ്ടി ഈ കാർഡിൻ്റെ കൺവേർഷനിൽ നമുക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക. BPL ആവണം, എന്നാലേ ഫ്രീ ട്രീറ്റ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈ ഗവൺമെൻറ് കാലത്ത് ചെയ്തു. നമുക്കിത്തരം ആളുകളോടൊപ്പം കൂടുതൽ അടുക്കാനും പോകാനും കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സംതൃപ്തി. നമ്മൾ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ 4-5 വൻ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ പാലങ്ങൾ, റോഡുകൾ നിർമ്മിക്കുക മാത്രമല്ല, സമൂഹത്തിൻ്റെ പട്ടിണി അകറ്റി സമൂഹത്തിൻ്റെ പട്ടിണിയിൽ കിടന്ന കുടുംബങ്ങളെ ജനതയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി നാളെ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നു. വിശപ്പുരഹിത കേരളം. വിശപ്പുരഹിത കേരളം.